മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. കണ്ണ് നിറയാതെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം വായിച്ചു തീർക്കാൻ കഴിയില്ല. അത്ര മനോഹരമായ ചരിത്രമാണ്. അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണമടുക്കുകയാണ്. തന്റെ മരണമടുത്തെന്ന് മനസ്സിലാകുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ചെന്ന് കുളിച്ച് റെഡിയാവുകയാണ്. അവിടുന്ന് തയ്യാറായി വന്ന് കിടക്കുകയാണ്. തന്റെ റൂമിനകത്ത് വന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. മരണമടുത്തെന്ന് മനസ്സിലാകുമ്പോ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയെ വിളിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, ഉപദേശങ്ങൾ കൊടുത്തു. അവിടുന്ന് പടച്ചവനെ വസിയത്തുകൾ ചെയ്തു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പൊരുത്തം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണമടുത്തിരിക്കുന്നു ഫാത്തിമ. അങ്ങനെ തന്റെ ഭാര്യയും ഭർത്താവും പരസ്പരം കാര്യങ്ങൾ പറയുകയാണ്. ഭർത്താവിന്റെ മരണം അടുത്തിരിക്കുകയാണ്. അവസാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഫാത്തിമ, റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടയ്ക്കു. ഫാത്തിമ, റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടയ്ക്കു. ഫാത്തിമ, ഫാത്തിമ എന്ന് പറയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, അവിടെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ മരിക്കാൻ പോവുകയാണ്. ഈ അവസാന സമയം ഞാൻ കൂടെ നിൽക്കേണ്ട സമയമാണല്ലോ. ഇത് എന്റെ അവകാശമാണല്ലോ. എന്തിനാ എന്നെ നിങ്ങൾ പുറത്താക്കുന്നത്? എന്തിനാ പുറത്തു പോകാൻ പറയുന്നത്? ആ സമയത്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫാത്തിമ, യാ ഫാത്തിമ, ഖുമീ ഇന്നി അറാ ഖലഖ ലൈസൂ ബിഉനാസിൻ വലാ ജാൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമയോട് പറയുകയാണ്, ഫാത്തിമ, മനുഷ്യനും ചിഹ്നകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. അതിഥികൾ എന്നെ കാണാൻ വരുന്നു ഫാത്തിമ. എത്രയും പെട്ടെന്ന് നീ റൂമിന്റെ വാതിലടച്ച് പുറത്തിറങ്ങ്. തന്റെ ഭാര്യയോട് പറയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അനുസരണയോടുകൂടി വാതിലടച്ച് പുറത്തിറങ്ങുകയാണ്. മനസ്സിന് സമാധാനമില്ല. ആരെയാണ് പടച്ചവനെ തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത്? ആരാണ്? ഒളിഞ്ഞു നോക്കുകയാണ്. വാതിലിന്റെ പഴുവിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നത് എന്തെന്നറിയുമോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഭാര്യ പതുങ്ങി നോക്കുകയാണ്. തന്റെ ഭർത്താവ് എന്താണ് ചെയ്യുന്നത്? തന്റെ ഭർത്താവിനെ കാണാമെന്നത് ആരാണ്? അവിടുന്ന് ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അസ്റായിലിനോട് സലാം പറയുകയാ. ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടുന്ന് ഒളിഞ്ഞു നോക്കുമ്പോ രണ്ടാമത് കേൾക്കുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുകയാ. തിൽകദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ.
വൽആഖിബത്തു ലിൽമുത്തഖീൻ. അസ്റായിലിനോട് സലാം പറഞ്ഞിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖുർആനിലെ ആയത്ത് ഓതുകയാണ്. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽആഖിബത്തു ലിൽമുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. പടച്ചവനെ, സ്വർഗത്തിന്റെ ആയത്തോതിയിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുഖത്തേക്ക് തുണിയെടുത്തിടുകയാ. തന്റെ മുഖത്തേക്ക് തുണിയെടുത്തിട്ടു. പിന്നെ അനക്കമില്ല, പിന്നെ അനക്കമില്ല. ഫാത്തിമ വാതിൽ തുറന്ന് ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു കിടക്കുന്ന രംഗമാ. പടച്ചവനെ, നാട് മുഴുവനും പരക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മരണവാർത്ത പടരുകയാണ്. എല്ലാവരും കടന്നു വന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കാണാൻ എല്ലാവരും കടന്നു വന്നു. പടച്ചവനെ, എല്ലാവരും നോക്കുമ്പോ വല്ലാത്ത സുഗന്ധമാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് വല്ലാത്ത സുഗന്ധം അടിച്ചു വീശുകയാണ്, വല്ലാത്ത പരിമളം അടിച്ചു വീശുകയാണ്. പടച്ചവനെ, എല്ലാവർക്കും വല്ലാത്ത എല്ലാവരും പറയണ വീട്ടിൽ വന്നവര് മുഴുവനും പറയുന്നത് എന്തെന്നറിയുമോ? അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാ മരിച്ചത്, ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്, സ്വർഗത്തിന്റെ ആയത്ത് ഓതിയിട്ടാണ് മരിച്ചത്, ഖുർആൻ ഓതിയിട്ടാണ് മരിച്ചത്. പടച്ചവരെ, ജനാസയ്ക്ക് വല്ലാത്ത സുഗന്ധമായിരുന്നു. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. മയ്യത്ത് വീട്ടിൽ വന്നവര് മുഴുവനും ചർച്ച ചെയ്യുന്നത് ഇതിനെ കുറിച്ചാണ്. അവസാനം ആ ജനാസ കൊണ്ടുപോയി ഖബറടക്കി. ആ ജനാസ കൊണ്ടുപോയി ഖബറടക്കി. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ഖബറടക്കി കഴിയുമ്പോ ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നവർ മുഴുവനും ഒരേ ഒരു സ്വരത്തിൽ പറയുകയാ, പടച്ചവനെ, അസ്റായിലിനോട് സലാം പറഞ്ഞു. അവിടുന്ന് ഖുർആനിന്റെ ആയത്തോതി. എല്ലാവരും നല്ല മരണത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ജനങ്ങൾ മുഴുവനും അതുപോലെ മരിച്ച വീട്ടിലേക്ക് തന്നെ മടങ്ങുകയാ. ജനാസ എടുത്തുകൊണ്ടുവന്ന വീട്ടിലേക്ക്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും തിരിച്ചു പോവുകയാണ്. എല്ലാവരും വീടിന്റെ മുറ്റത്ത് നിന്നു. എന്നിട്ട് വിളിക്കുന്നു, യാ ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യയായ ഫാത്തിമയെ വിളിക്കുകയാണ്. ഫാത്തിമ, നീ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. ഫാത്തിമ, നിന്റെ ഭർത്താവ് മരണപ്പെട്ടതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാം. നീ ഇദ്ദയിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഫാത്തിമ, നിന്നെ വേദനിപ്പിക്കാമെന്നതല്ല, നിന്നെ പ്രയാസപ്പെടുത്താമെന്നതല്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ വന്നതെന്നറിയുവോ? ഫാത്തിമ, നിന്റെ ഭർത്താവ് അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ. വൽആഖിബത്തു ലിൽമുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത് എന്ന ഖുർആനിന്റെ ആയത്തോതിയല്ലോ. നിന്റെ ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിച്ചവരും മയ്യത്ത് ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു, നിന്റെ ഭർത്താവിന്റെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നെന്ന്. നിന്റെ ഭർത്താവ് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. ഫാത്തിമ, ഞങ്ങൾക്കും വേണം ഫാത്തിമ, അതുപോലെ ഒരു മരണം ഞങ്ങൾക്കും വേണം ഫാത്തിമ. അതുകൊണ്ട് ഫാത്തിമ,
നിന്റെ ഭർത്താവ് എന്ത് നന്മയാ ചെയ്തത്? നിന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെയുള്ള മനോഹരമായ ഒരു മരണം കൊടുക്കാ. നിന്റെ ഭർത്താവ് എന്ത് നന്മയാ ഫാത്തിമ ചെയ്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയോട് ജനങ്ങൾ മുഴുവനും ചോദിക്കുമ്പോ ആ മഹ്ദി പറഞ്ഞ മറുപടി എന്താ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സിർ ലിന്നാസി സലാത്തൻ വലാ സിയാമാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിച്ച മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല. നിങ്ങളെക്കാൾ സദഖ കൊടുത്ത മനുഷ്യനായിരുന്നെന്നോ, നിങ്ങളെക്കാൾ നോമ്പ് പിടിച്ച മനുഷ്യനായിരുന്നെന്നോ എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയായ ഫാത്തിമ പറയുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. മാ റഅയ്തു അഹദാ, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല, ഒരാളെയും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള വേറെ ഒരാള്, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യര് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. പെങ്ങളെ വെറുതെ പറഞ്ഞതല്ല, വാപ്പമാരെ വെറുതെ പറഞ്ഞതല്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാ, റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ്. മഹ്ദി പറയുകയാണ്, ഒരു ദിവസം ഞങ്ങൾ മണിയറയ്ക്കകത്തിരിക്കുമ്പോ രണ്ടുപേരും കൂടെ കിടപ്പറയിലിരിക്കുമ്പോ, തമാശ പറയുന്ന കിടപ്പറയുണ്ടല്ലോ, അവിടെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞു. റബ്ബിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോ അല്ലാഹുവേ സുമ്മ യബ്ഖീ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുകയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുകയാ. ഏതുവരെയും അറിയുമോ? ഹത്താ യുസ്ബിഹാ. അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ നരകമല്ല, മരണമല്ല, ഖബറല്ല, മസറയല്ല, സിറാത്തല്ല, മീസാനല്ല, അല്ലാഹുവേ അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവിരുന്ന് കരയുകയാ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇത് തന്നെയാ അള്ളയും പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്. ആരാ യഥാർത്ഥ സത്യവിശ്വാസി എന്നറിയോ? ഈമാനുള്ളവൻ ആരാണെന്നറിയോ? ഈമാനുള്ളവൻ ആരാണെന്നറിയോ? ഹൃദയത്തിനകത്ത് ഈമാൻ ഇറങ്ങിയവന്റെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹ് എന്ന് പറഞ്ഞ
അല്ലാ എന്നൊന്ന് പറഞ്ഞ വജിലത്തു ഖുലൂബുഹും അവന്റെ ഹൃദയം കിടങ്ങുകയാ, കൈകാല് വിറയ്ക്കുകയാ, കണ്ണ് നിറയുകയാ, ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഓർമ്മ വരികയാ. പടച്ച റബ്ബിലേക്ക് അവന് പശ്ചാത്തപിച്ച് മടങ്ങുമെന്ന് ഖുർആൻ പറയുമ്പോ അതാ ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവ് അല്ലാ എന്നെന്ന് പറഞ്ഞപ്പോ സുബഹി വരെ ഇരുന്ന് കരയുകയാ. ഒരു ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവ് അല്ലാഹുവിനെ ഭയമുള്ള മനുഷ്യരാ, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. മയ്യത്തടക്കിയിട്ട് ജനങ്ങൾ മുഴുവനും വീട്ടിൽ വന്നിട്ട് ഒരു പെണ്ണിനോട് ചോദിക്കുന്നു, പെണ്ണേ നിന്റെ ഭർത്താവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുത്തല്ലോ, സലാം പറഞ്ഞല്ലോ, ഷഹാദത്ത് കലിമ പറഞ്ഞല്ലോ, ശരീരത്ത് സുഗന്ധമായിരുന്നല്ലോ, ഉളുവെടുത്ത് ഖുർആൻ ഓതിയിട്ടാണ് നിന്റെ ഭർത്താവ് മരിച്ചത്, നിന്റെ അഭിപ്രായം എന്താ? ഭർത്താവിനെ കുറിച്ച് പറയാറുള്ള അഭിപ്രായം എന്താ? ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറഞ്ഞ സാക്ഷിത്വമാ. പെങ്ങളെ, ചെറുപ്പക്കാരാ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ആയിഷ ബീബിയോട് ചോദിച്ചു, നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു? ജീവിച്ചിരുന്നപ്പോൾ നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, കാന ഖുലുഖുഹു ഖുർആൻ, എൻ്റെ ഭർത്താവ് ഖുർആനായിരുന്നു, എൻ്റെ നബിതങ്ങൾ ഖുർആനായിരുന്നു. ഖുർആൻ എന്തു പറഞ്ഞോ അതായിരുന്നു എൻ്റെ നബിതങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ഈ വയല് കേൾക്കാമെന്ന ഭർത്താക്കന്മാരോട്, പെണ്ണ് കെട്ടി മക്കളൊക്കെ ഉള്ള ഉപ്പാനോട് ഞാൻ പറയുന്നത്, വാപ്പാ, നീ മരിച്ചതിന് ശേഷം നാട്ടുകാർ നീ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നും കിട്ടാനില്ല. നീ നല്ലവനായിരുന്നു എന്ന് ഈ നാട്ടുകാർ മുഴുവനും പറഞ്ഞാലും അതിൽ കാര്യമൊന്നുമല്ല. പക്ഷേ നീ നല്ലവനായിരുന്നു എന്ന് നിന്റെ കൂടെ കടന്ന ആമിന പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആര് പറയണം? നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച് കൂടെ കൊണ്ടുവന്ന് ജീവിപ്പിക്കുന്നതിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഓള് പറയണം നീ നല്ലവനായിരുന്നു എന്ന്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാ